ഫ്രണ്ട്സ്, റെമഡി ടോക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചപ്പാത്തി പലക അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ടിംഗ് ബോർഡൊക്കെ എത്ര വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുത്ത് കബോർഡിലൊക്കെ സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും അടുത്ത തവണ അത് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് അതിൽ നല്ല രീതിയിലുള്ള പൂപ്പലും ഫംഗസുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ചപ്പാത്തി പലകയൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കഴുകി ഉപയോഗിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചപ്പാത്തി മാവൊക്കെ നനഞ്ഞ് ആ ബോർഡിൽ ഒട്ടിപ്പിടിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം കഴുകി വെക്കുന്ന സമയത്ത് പൂപ്പലൊന്നും വരാത്ത രീതിയിൽ എങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ മാത്രമാണ്. ഒന്ന്, നമ്മൾ ജ്യൂസ് ഒക്കെ എടുത്തതിന് ശേഷം പുറത്തേക്ക് വലിച്ചെറിയാനായിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തൊലി. ജ്യൂസ് എടുത്തതിന് ശേഷമുള്ളത് മതി, തൊലി മാത്രം നമുക്ക് മതിയാവും. അതോടൊപ്പം കൂടി ഉപ്പ് വേണം. ഉപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ വേണം. ബേക്കിംഗ് സോഡ ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കേണ്ട, ഉപ്പായാലും മതി. രണ്ടിനും ഒരേ രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ തരാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആ നാരങ്ങയുടെ തൊലി ആ ഉപ്പിലോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയിലോ മുക്കിയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ബോർഡിലോ ഒക്കെ നല്ല രീതിയിലൊന്ന് ഉരച്ചു കൊടുക്കുക. ഇതേപോലെ ഉരച്ചു കഴിയുമ്പം എത്ര നന്നായിട്ട് ജ്യൂസ് എടുത്തിട്ട് മിച്ചം വെച്ചിരിക്കുന്ന തൊലിയാണെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ജ്യൂസ് ഫോം ചെയ്യും. ആ ഒരു ജ്യൂസും അതോടൊപ്പം തന്നെ ഈ ഒരു ഉപ്പിന്റെയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ഒക്കെ ഒരു എഫക്റ്റും കൂടെ ആയിട്ട് നല്ല രീതിയിൽ അതിൽ നിന്നും പൂപ്പല്, അഴുക്ക്, ഫംഗസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ റിമൂവ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും അടുത്ത തവണ ഇത് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് അതിൽ ഒരു തരത്തിൽ പൂപ്പലുകളോ ഫംഗസുകളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അടുത്ത തവണ എന്തായാലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ചപ്പാത്തി പലകയും വെജിറ്റബിൾ കട്ടിംഗ് ബോർഡൊക്കെ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച് നോക്കൂ. ഡെഫിനറ്റ് ആയിട്ടും പിന്നീട് ഒരിക്കലും അതിൽ പൂപ്പലും പായലും ഒന്നും ഉണ്ടാവാതിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി നോക്കുക, തംബ്ലൈൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള റെമഡി വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ മറക്കാതെ എത്തുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.